നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെരുശലേം നാശപ്രവചനം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 41 മുതൽ 44 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയായക കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്ത് ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ ഇരിക്കുന്ന കാലം നിനക്ക് വരും. കർത്താവായ യേശുക്രിസ്തു യെരുശലേം നഗരത്തെയും യെരുശലേം ദേവാലയത്തെയും ഒക്കെ നോക്കി കരയുകയാണ്. യേശു പറയുന്നത്, നിന്റെ സന്ദർശനകാലം നീ അറിയായക കൊണ്ട് ശത്രുക്കൾ നിന്നെ ഞെരുക്കും. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാരെ രക്ഷിക്കുവാൻ, അവർക്ക് ശാപമോക്ഷം നൽകാൻ, അവർക്ക് ദൈവരാജ്യം നൽകാൻ മനുഷ്യനായി ദൈവം ഭൂമിയിൽ വരികയായിരുന്നു. അതുകൊണ്ടാണ് പുരുഷബന്ധമില്ലാതെ ഒരു കന്യകയിൽ നിന്ന് അവിടുന്ന് പൂജാതനായത്, കൃത്യം പറഞ്ഞ സ്ഥലത്ത് ബേത്ലഹേമിൽ. അതുകൊണ്ടാണ് കിഴക്കേ രാജ്യത്ത് നിന്ന് രാജാക്കന്മാർ കാഴ്ചവെക്കുവാൻ യേശുവിൻ്റെ അടുക്കൽ വിദ്വാൻമാരായ രാജാക്കന്മാർ യേശുവിൻ്റെ ആ ചോരക്കുഞ്ഞിൻ്റെ കാൽക്കൽ വന്ന് പൊന്നും മൂരും കുന്തുരുക്കവും കാഴ്ചവെച്ചത്, യേശുവിനെ നമസ്കരിച്ചത്. അതുകൊണ്ടാണ് 12ാമത്തെ വയസ്സിൽ യേശു അന്നത്തെ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ തോൽപ്പിക്കത്തക്ക ജ്ഞാനമുള്ളവനായിട്ട് തീർന്നത്. യേശു തൻ്റെ നസറേത്തിലെ പള്ളിയിലെ 1ാമത്തെ പ്രസംഗത്തിൽ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ പിതാവ് എന്നെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് യേശു രോഗികൾക്ക് സൗഖ്യം നൽകുന്നു, ഭൂതബാധയ്ക്ക് വിടുതൽ നൽകുന്നു, കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തുന്നു, വെള്ളത്തെ വീഞ്ഞാക്കുന്നു, അച്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ടും ദൈവത്തിന് മനുഷ്യാവതാരമായി അതിനെ അംഗീകരിക്കുവാൻ ഈ യെരുശലേം നിവാസികൾക്ക് സാധിക്കുന്നില്ല. ഗലീല പ്രദേശത്തുള്ള ആളുകൾ, അവര് യേശുവിനെ കൈക്കൊണ്ട ആളുകൾ ധാരാളം ഉണ്ട്. പക്ഷേ ആഢ്യന്മാരായ ആളുകൾ താമസിക്കുന്ന, പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും സാധുക്കരും ഒക്കെ താമസിക്കുന്ന ഈ യെരുശലേം പട്ടണത്തിലെ ആളുകൾക്ക് യേശു സ്വീകാര്യനായിരുന്നില്ല, അനഭിമിതനായിരുന്നു. അതുകൊണ്ട് യേശു അവർക്ക് വരാൻ പോകുന്ന ശാപത്തെ ഉച്ചരിക്കുകയാണ്. യേശു പറയുന്നത്, നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് ദൈവവുമായിട്ട് സമാധാനം ഉണ്ടാകണം, നിരപ്പുണ്ടാകണം. നാം എല്ലാം ദൈവത്തിന് ശത്രുക്കളാണ്. യഹൂദന്മാർക്ക് ന്യായപ്രമാണവും പുരോഹിതന്മാരും ദേവാലയവും കർമ്മങ്ങളും വഴിപാടുകളും പെരുന്നാളുകളും യാഗങ്ങളും പരിച്ഛേദനയും ശബത്തും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും, ദശാംശവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ജന്മന അവരും പാപികളായിരുന്നു. പ്രവൃത്തികളാൽ, ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളാൽ ഒന്നും ആർക്കും സ്വർഗത്തിൽ പോകാൻ രക്ഷിക്കപ്പെടാൻ സാധിക്കുകയില്ല. വിശ്വാസത്താലാണ് രക്ഷ. അതായത് ദൈവം ഒരിക്കൽ രക്ഷാമാർഗത്തിൽ വിശ്വസിക്കണം. ദൈവ പ്രായശ്ചിത്തത്തിലൂടെ മനുഷ്യനെ രക്ഷിക്കുന്നവനാണ്. ആ പ്രായശ്ചിത്തത്തിൽ, ആ വീണ്ടെടുപ്പിൽ, അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിൽ വിശ്വസിക്കണം. പഴയ നിയമകാലത്തൊക്കെ രക്ഷിക്കപ്പെട്ട ആളുകൾ ആ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിൽ വിശ്വസിച്ചു. ഇയ്യോബ് പറയുന്നത്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ തങ്ങളുടെ കർമ്മങ്ങളിൽ ഊറ്റം കൊണ്ട യെരുശലേം നിവാസികൾ, യെരുശലേം പട്ടണനിവാസികൾ യേശുവിനെ വെറും ഒരു തച്ചനായിട്ട്, അല്ലെങ്കിൽ യേശുവിനെ വെറും ഒരു ഉപദേഷ്ടാവോ പ്രവാചകനോ ഒക്കെ ആയിട്ട് മാത്രം തരം താഴ്ത്താൻ ഇടയാകുകയാണ് ഉണ്ടായത്. യേശു പറയുകയാണ്, നിന്നെ സന്ദർശിക്കാനാണ് ഞാൻ വന്നത്, നിന്നോട് രക്ഷയുടെ ദൂത് അറിയിക്കാനാണ് ഞാൻ വന്നത്. നിനക്കും രക്ഷയുണ്ട്, നിങ്ങളോടും ദൈവം ക്ഷമിക്കും, അത് പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ ആ സന്ദർശനകാലം തിരിച്ചറിയാതെ നിങ്ങൾ എന്നെ അവഗണിക്കുകയാണ്, നിന്ദിക്കുകയാണ്, തിരസ്കരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി ഞെരുക്കി
നിന്നെയും നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് കൊല്ലും എന്ന് മാത്രമല്ല, ഈ പട്ടണത്തെയും ദേവാലയത്തെയും കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ചു നിരത്തി കളയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കെട്ടിപ്പൊക്കിയതല്ല ഒരു നിമിഷം മതി തട്ടി തകർക്കാൻ. നമ്മുടെ ധനത്തിലോ നമ്മുടെ ആരോഗ്യത്തിലോ നമ്മുടെ വിദ്യാഭ്യാസത്തിലോ നമ്മുടെ പ്രശസ്തിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജനസമ്മതിയിലോ ഒന്നുമല്ല ഊറ്റം കൊള്ളേണ്ടത്. ദൈവമുമ്പാകെ ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ദൈവം ലോകത്തെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ ഒരു കുഞ്ഞാടായിട്ട് ബലിമൃഗമാക്കി തീർത്തു. അവനെ കുരിശിൽ യാഗമാക്കി. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ദൈവത്തോട് സമാധാനം ഉണ്ടാകും. എനിക്ക് സമാധാനം കിട്ടും. തീർച്ചയായിട്ടും ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കാൻ അതുമൂലം സാധിക്കും. എങ്കിൽ എൻ്റെ നരകവിധി മാറും. ഇല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പൊക്കിയതെല്ലാം അതെല്ലാം വ്യർത്ഥമായിരുന്നല്ലോ, നിരർത്ഥകമായിരുന്നല്ലോ എന്ന് ദൈവം ഒരു ദിവസം തെളിയിക്കും. അന്ന് അവയ്ക്കൊന്നും എന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. യെരൂശലേമിൻ്റെ കോട്ട കൊത്തളങ്ങൾക്ക്, കാവൽക്കാർക്ക്, അവരുടെ പട്ടാളക്കാർക്ക്, ആയുധങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ രക്ഷിക്കാൻ സഹായിക്കാൻ കഴിയുന്ന ഏക രക്ഷിതാവ് യേശുവാണ്. ആ യേശുവിനെ സുബോധത്തോടെ നല്ല മനസ്സോടെ കൈക്കൊണ്ട് അനുസരിച്ച് ആരാധിക്കുവാൻ മനസ്സ് വയ്ക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭാവിയുണ്ട്, നിത്യതയുണ്ട്. ഈ ഭൂമിയിലും നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. മരണശേഷം ദൈവത്തോടൊത്ത് ആനന്ദിക്കാൻ സാധിക്കും. ദൈവരാജ്യം അനുഭവിക്കാൻ സാധിക്കും. ദൈവം അതിനെവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.